ഇവിടെ വരുമ്പം നോക്കൂ, ഒരു സ്ത്രീയെ കുറിച്ചുള്ള പരാതി അല്ല വരുന്നത്, എത്രയോ പരാതികളാണ് വരുന്നത്. അതിനകത്ത് അബോർഷന്റെ കാര്യങ്ങൾ വരുന്നു. ഇയാൾ ഒരു വല്ലാത്ത രീതിയിൽ ഒരു വെഞ്ചൻസോട് കൂടി ഇടപെടുന്ന രീതിയിൽ ഓഡിയോ ക്ലിപ്പുകൾ വരുന്നു. ഒരു ട്രാൻസ്ജെൻഡറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുന്നു. അപ്പൊ ഒരു 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 സൈക്കിക് പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് സംശയിക്കാവുന്ന രീതിയിൽ ഇടപെടുന്ന ഒരു ആളെ കുറിച്ച് പറയുന്നതും മറ്റൊരു വിഷയവുമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നതും തമ്മിൽ ഒരു കാര്യമില്ല. ഇപ്പം ഒരു പൊളിറ്റിക്കൽ ഡിബേറ്റിന്റെ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ പറയാം എന്നുള്ളതല്ലാതെ യഥാർത്ഥത്തിൽ സമൂഹം ഇത് വിശ്വസിക്കുമോ? സമൂഹം അത് ഇവർ പറയുന്നത് ഗൗരവത്തിലെടുക്കുമോ? അതല്ലേ പറഞ്ഞേ, നമ്മൾ എൽദോസിന്റെ കാര്യം പറഞ്ഞു, അല്ലെ മറ്റൊരാളുടെ കാര്യം പറഞ്ഞു, അത് നമ്മൾ ഇവിടെ കൊണ്ടുവരാത്തതിന്റെ കാര്യം എന്താ? അത് വേറൊരു സ്കെയിൽ, അതാ പറഞ്ഞ സ്കെയിലിന് വലിയ പ്രാധാന്യമുണ്ട്. എല്ലാം ഒരേ സ്കെയിലിൽ തന്നെ കണക്കാക്കേണ്ടതാണെന്ന് ഞാൻ കണക്കാക്കുന്നില്ല, അത് തെറ്റാണ്. അതാണ് നമ്മൾ ഒരു ഒഫൻസ് വരുമ്പം ഈ പറയുന്ന ശിക്ഷ കൊടുക്കുന്നത് എന്താ? ഗ്രാവിറ്റി ഓഫ് ദ ക്രൈം എന്ന് പറഞ്ഞൊരു കാര്യമില്ലേ? ഗ്രാവിറ്റി ഓഫ് ദ ഒഫൻസ് എന്ന് നമ്മൾ പറയുന്നത് എന്തിനാണ് പറയുന്നത്? ആ പറയുന്നത് ഗ്രാവിറ്റി ഉള്ളത് കൊണ്ടാണ്. ഇതിനകത്ത് ഗ്രാവിറ്റി വളരെ കൂടുതലാണ്. നമ്മൾ നേരത്തെ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ പറഞ്ഞ ഒരു അലഗേഷൻ വന്നു കഴിഞ്ഞാൽ, ഒരാൾ രാജിവെക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മന്ത്രിസ്ഥാനമല്ലേ രാജിവെച്ചിട്ടുള്ളൂ, MLA സ്ഥാനം രാജിവെച്ചിട്ടില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഒരു കൺക്ലൂസീവ് വേർഡ് ആണെന്ന് കരുതരുത്. നോക്കൂ, ലാൽകുമാർ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു, അല്ലെങ്കിൽ CPM ഒരു അഭിപ്രായം പറഞ്ഞു. ഇനിയും എല്ലാം വരാൻ പോകുന്ന കാലങ്ങളിലെല്ലാം ഇതാണ് ഈ പറയുന്ന രീതിയിൽ ഇടപെട്ട് ഒരു മോശം കാര്യത്തിൽ ഇടപെട്ട് ഏറ്റവും മോശമായ നമ്മൾ സാധാരണ ഉള്ള സബ്സ്റ്റാൻഡേർഡിനെക്കാട്ടിലും അതിനേക്കാളും സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇടപെടൽ നടത്തുന്ന ഒരാള് ആ പൊസിഷനിൽ ഇരിക്കാൻ യോഗ്യനല്ലാത്തൊരു അവസ്ഥയായി മാറുന്നു. അതാണ് കുഴപ്പം. നമ്മുടെ മുന്നിൽ ഇപ്പം മുകേഷിന്റെ കാര്യം പറഞ്ഞു, മറ്റാൾക്കാരുടെ കാര്യം പറഞ്ഞു. നിങ്ങൾക്ക് ഒരു പീസ് ഓഫ് എവിഡൻസ് ഉണ്ടോ കാണിക്കാൻ? എവിഡൻസ് ഉണ്ട്, അത് കോടതിയിൽ വരുന്ന കാര്യം. ഇതിപ്പോ നമുക്ക് പൊതുജനത്തിന് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള എവിഡൻസ് വന്നില്ലേ? അയാളുടെ ഓഡിയോ ക്ലിപ്പ് വന്നില്ലേ? ഇയാൾ ഒരു പൊതുപ്രവർത്തകനായി ഇരിക്കാൻ യോഗ്യനല്ലാത്ത രീതിയിലേക്ക് ഉള്ള ക്യാരക്ടർ ടൈപ്പാണ് ഇയാളെന്ന് നമുക്ക് ബോധ്യം വരുന്ന രീതിയിലാണ് എവിഡൻസ് വരുന്നത്. എനിക്കതിനകത്ത് സംശയമൊന്നുമില്ല. അത് ഈ പറയുന്ന ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ 65ഉം അതിന്റെ കോൺസിക്വൻസും ഒക്കെ നോക്കിയല്ല നമ്മൾ ഇവിടെ ഇപ്പൊ പറയുന്നത്. ആ പൊളിറ്റിക്കൽ മൊറാലിറ്റിയുടെ ആസ്പെക്റ്റിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നതെന്ന് മറക്കരുത്. ശ്രീമാറിയേട്ടൻ പറഞ്ഞത്, ശ്രീമാറിയേട്ടൻ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ ഒരു അഭിപ്രായം പറയുന്നു, ഏതെങ്കിലും രീതിയിൽ ഇതിനകത്തൊന്ന് കഴിച്ചിലായി പോകണം എന്നുള്ളതാണ്. അദ്ദേഹം ഒരു കാരണവശാലും ഇതിനൊന്നും ന്യായീകരിക്കുന്ന ആളല്ല. പക്ഷെ ഇപ്പം അദ്ദേഹം ഈ ഡിബേറ്റിന് പോലും വരരുതായിരുന്നു എൻ്റെ ആഗ്രഹം. അദ്ദേഹത്തെ കണ്ടപ്പോൾ എനിക്കൊരു വിഷമം തോന്നി. കാര്യം എന്താ, വലിയ രാഷ്ട്രീയ ചർച്ചകളിൽ ഇടപെട്ട് നമ്മൾ വലിയ കാര്യങ്ങൾ പറയുമ്പോൾ ഇതുപോലൊരു ഇയാൾക്ക് വേണ്ടി അല്ല സംസാരിക്കുന്നത് എങ്കിൽ പോലും ശ്രീകുമാറിയേട്ടന്റെ പ്രസൻസ് തന്നെ ഇയാൾക്ക് വേണ്ടി ആയി മാറിപ്പോകുന്നു. അതിപ്പോ എനിക്കും അത് ബാധകം കേട്ടോ. ഞാൻ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മോശമായിട്ട് അല്ലെങ്കിൽ വേറൊരാളെ ന്യായീകരിക്കാൻ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് വേണ്ടായിരുന്നു എന്ന് ഞാനും ചിന്തിച്ചിട്ടുണ്ട്. അത് ഇപ്പൊ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിന് കോൺഗ്രസ് മറുപടി പറയണോ എന്നുള്ള ചോദ്യത്തിന് കോൺഗ്രസ് മറുപടി പറയണം. കോൺഗ്രസ് പ്രോപ്പറായിട്ട് വെയിറ്റ് ചെയ്യും, ഞാൻ കൺക്ലൂഡ് ചെയ്യാം. കോൺഗ്രസ് മറുപടി പറയണോ എന്നുള്ളതിന് കോൺഗ്രസ് മറുപടി പറയണം. കോൺഗ്രസ് പ്രോപ്പറായി മറുപടി പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള ചോദ്യം, കോൺഗ്രസിന്റെ നിലനിൽപ്പ് തന്നെ പ്രശ്നത്തിലാകും എന്നുള്ളത് കൊണ്ടാണ് ഈ കൺഫ്യൂഷൻ ഇതിനകത്ത്. അതല്ല എങ്കിൽ അവർക്ക് കൺഫ്യൂഷൻ ഇല്ല, ഇയാൾ രാജിവെക്കണ്ട എന്നുള്ളതായിരുന്നു ആദ്യത്തെ പൊസിഷൻ. അങ്ങനെ പറ്റില്ല. ഇത് ഏറ്റവും സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഏറ്റവും ക്രിമിനൽ ഇന്റന്റോട് കൂടി ഇടപെട്ട ഒരു പൊതുപ്രവർത്തകൻ, അയാൾ MLA ആയിരിക്കാൻ ഒരു കാരണവശാലും യോഗ്യനല്ല. ഞാൻ കൈരളിക്കകത്ത് ആദ്യം തന്നെ നിങ്ങളുടെ അജിംഷാദ് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഗ്രാവിറ്റി ഓഫ് ഒഫൻസിനെ കുറിച്ചും കംപ്ലൈനന്റും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പറയാം, അയാൾക്കെതിരെ അയാളെ പോയിന്റ് ഔട്ട് ചെയ്യാൻ നമുക്ക് ഒരു കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ ആളാ ഞാൻ. നിങ്ങൾക്ക് ഓൺ എയർ ഞാൻ പറഞ്ഞതാണ്. പക്ഷേ ഇപ്പം അയാളുടെ തന്നെ ഓഡിയോ വരുന്നു, വിഷ്വൽസ് വരുന്നു, ഈ പറയുന്ന ചാറ്റുകളുടെ സ്ക്രീൻഷോട്ട് വരുന്നു. അതിൽ നിന്നൊന്നും ഒളിച്ചു ഓടിപ്പോ രക്ഷപ്പെടാനൊന്നും കോൺഗ്രസിന് കഴിയില്ല. രാജിവെച്ചേ മതിയാവും. ശരി, ഇതിന്റെ തെളിവ്, ഇതിന്റെ ഉത്ഭവം, ഇതൊക്കെ അന്വേഷിച്ച് ഇപ്പോഴും പോകുന്നു, സാങ്കേതികത്വം ചോദിക്കുന്നു എന്നിടത്താണ് അത്ഭുതം തോന്നുന്നത്. അത് കോൺഗ്രസ് ഇപ്പോഴും അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നിടത്താണ് ഈ ഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും മുൻകാലങ്ങളൊക്കെ മുമ്പ് എന്തൊക്കെ നടന്നു എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷേ ഇപ്പോൾ ആരും ചെയ്യാത്ത പ്രവർത്തികളൊക്കെ കോൺഗ്രസ് അന്വേഷിക്കുന്നത് ആരെ പേടിച്ചാണ് എന്നുകൂടി പറയേണ്ട ഘട്ടമുണ്ട്.